all are equal, but some are more equal എന്ന തിയറി സാധാരണ കമ്മ്യൂണിസ്റ്റുകൾ കൊണ്ടുവരാറുണ്ട്. മുകേഷിനെതിരായിട്ട് പരാതികൾ സ്റ്റാർ ഇമേജ് ഉള്ള നടിമാര് തൊട്ട് സെക്കൻഡ് റേറ്റ് ആയ നടിമാര് വരെ ഇദ്ദേഹത്തെ കുറിച്ച് പരാതികൾ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പുതിയാപ്പിള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യ സമീഹ നൽകിയ പരാതി കോടതിയിൽ അതിഭയാനകമായിരുന്നു. കടകംപള്ളി സുരേന്ദ്രന്റെ പ്രശ്നം ഒരു ഭാഗത്ത് അങ്ങനെ. എന്താണ് തീവ്രതയുടെ മാനദണ്ഡം എന്ന് ഇവര് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ഒരാൾ നിങ്ങൾ പെണ്ണുപിടിയനെന്ന് വിളിക്കൂ എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ നിങ്ങൾ ഈ അറ്റാക്ക് നടത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നടപടിയെടുത്തിരിക്കുകയാണ്. രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്താക്കി. രാഹുലിന് കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തു. ഇതോടുകൂടി പ്രസക്തമാകുന്ന ചോദ്യം സമാന വിഷയത്തിൽ CPIM സ്വീകരിച്ച നിലപാടെന്ത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ചോദിച്ച ചോദ്യം അതാണ്. സമാനമായ പരാതികളിന്മേൽ CPIM നേതൃത്വം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ റഷീദ് പാനൂർ. ഓൾ ആർ ഈക്വൽ, ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന തിയറി സാധാരണ കമ്മ്യൂണിസ്റ്റുകൾ കൊണ്ടുവരാറുണ്ട്. മുകേഷിനെതിരായിട്ട് പരാതികൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ലിവിങ് ആയ സ്റ്റാർ ഇമേജ് ഉള്ള നടിമാര് തൊട്ട് സെക്കൻഡ് റേറ്റ് ആയ നടിമാര് വരെ ഇദ്ദേഹത്തെ കുറിച്ച് പരാതികൾ വന്നിട്ടുണ്ട്. ഈ പരാതി വന്നപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞു അതൊക്കെ മുൻകാലങ്ങളിൽ കഴിഞ്ഞ സംഭവങ്ങളല്ലേ എന്ന്. അപ്പൊ മുൻകാലങ്ങളിൽ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം നൾ ആൻഡ് വോയിഡ് ആകുകയും കറന്റിലുള്ള ഇഷ്യൂസ് മാത്രമേ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റൂ, അങ്ങനെ കമ്മ്യൂണിസ്റ്റുകൾ വിശ്വസിക്കുന്നതിന്റെ യുക്തി ആർക്കും മനസ്സിലാകുന്നില്ല. ഇനി തൊട്ടടുത്തൊരു കാര്യം, നമ്മളെ മുഖ്യമന്ത്രിയുടെ പുതിയാപ്പിള സണ്ണിൻലോവിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യ സമീഹ, ഒരു ട്രെയിൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയ സമീഹ അന്ന് നൽകിയ പരാതി കോടതിയിൽ അതിഭയാനകമായിരുന്നു. കാരണം ഇത്രയധികം ക്വാളിഫൈഡ് ആയിട്ടും താൻ വീട്ടിലിരുന്നാൽ മതി, പുറത്ത് ജോലിക്ക് പോകേണ്ട. അതേപോലെ അന്യ പുരുഷന്മാർ വീട്ടിൽ വരുമ്പോൾ അവരുമായിട്ട് അധികം ഇടപഴകേണ്ട. കാരണം ഈ അടുക്കളയിൽ കഴിഞ്ഞാൽ മതി, അരങ്ങത്തേക്ക് വരണ്ട. ഇതെല്ലാം അവർ പറയുന്ന സത്യമാണോ എന്നറിയില്ല. അപ്പൊ ചോദ്യം, ഇന്ന് ആരെങ്കിലും ഒരാൾ ഈ സമീഹ തന്നെ മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു എന്ന് കരുതുക, അദ്ദേഹത്തിന് അർഹമായ പണിഷ്മെന്റ് കൊടുക്കണം. അതും കേസിലാണുള്ളത്. മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കും? ഇപ്പം അത് ആ ഒരു വിഷയത്തില് കഴിഞ്ഞ ദിവസം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ CPIMന്റെ വനിതാ സംഘടനയാണ് അല്ലെ, അവർ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. രാഹുലിന്റെ തീവ്രത കൂടിയ പീഡനമാണ്, അങ്ങനെ പറയുന്നൊരു നിലപാടുണ്ടായിട്ട്. ഇത് എന്താണ് ഈ തീവ്രത കൂടുതലും കുറവ്? അല്ല, ഈ തീവ്രത എന്ന വേർഡ് ഉപയോഗിച്ചത് ശ്രീമതി ടീച്ചറാണ്. ശൈലജ ടീച്ചർ പോസിറ്റീവായ മുഖമുള്ള CPIMന്റെ ടോപ്പ് ലീഡേഴ്സിൽ ഒരാളാണ്. ശൈലജ ടീച്ചറാണ് P ശശിക്കെതിരായിട്ട് ആദ്യമായിട്ട് കംപ്ലൈന്റ് കൊടുത്തതും. P ശശി VS അച്യുതാനന്ദന്റെ ചിറക് പതുക്കെ താഴുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്ത് മാറ്റി നിർത്തിയതാണ്. അപ്പൊ അദ്ദേഹം ഏറെക്കുറെ അൺകോൺഷ്യസ് ആയ ഒരു അവസ്ഥയിലായപ്പോഴാണ് അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് വലിയൊരു പോസ്റ്റിലിട്ടത്. അതൊരു ഭാഗത്ത് അങ്ങനെ നിൽക്കും. കടകംപള്ളി സുരേന്ദ്രന്റെ പ്രശ്നം ഒരു ഭാഗത്ത് അങ്ങനെ. അത് സ്വപ്നം ഉന്നയിച്ചതല്ലേ, സ്വപ്നം ഉന്നയിക്കുന്നതിൽ എന്ത് കാര്യം? അപ്പൊ അവിടെ തിരിച്ചു ചോദിക്കേണ്ടത് സരിത ഉന്നയിക്കുന്നതിൽ എന്താ കാര്യമുള്ളത്? അതായത് അസംബ്ലിയിൽ വെച്ചിട്ടാണ് VS അച്യുതാനന്ദൻ ഡീമോറലൈസ് ചെയ്തത് ആരെ? ഉമ്മൻചാണ്ടിയെ. ഉമ്മൻചാണ്ടിയെ ഡീമോറലൈസ് ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകളെ ആ കേസ് എവിടെയും എത്തിയിട്ടില്ല. ഇവർ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, കാരണം കേസ് തെളിയിച്ചാൽ മാത്രമേ ഒരാൾ ക്രിമിനൽ ആകൂ. അദ്ദേഹത്തിന്റെ പേരിൽ സെക്സ്വൽ അസോൾട്ടിന് ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞാൽ അതെവിടെയും എത്തില്ല. കാരണം അത് പ്രൂവൺ ആയിരിക്കണം. ഇപ്പൊ കോടിയേരിന്റെ മകനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതാണ് പറഞ്ഞത്, തെളിയിക്കപ്പെട്ടോ മയക്കുമരുന്ന് കേസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തെളിയിക്കപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുമെങ്കിൽ, തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ഒരാൾ നിങ്ങൾ പെണ്ണുപിടിയനെന്ന് വിളിക്കൂ എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ നിങ്ങൾ ഈ അറ്റാക്ക് നടത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇനി മറ്റൊന്ന്, P ശശി കൂടാതെ മറ്റൊരു ശശി ഉണ്ടല്ലോ, പഴയ നമ്മളെ സിനിമാ നടൻ വിൻസെന്റിനെ പോലെ ഷൊർണൂരുള്ള വേറൊരു ശശി. അയാളിപ്പോ പാർട്ടിയിൽ നിന്ന് അല്പം അകന്നിട്ടാവുള്ളത്. അദ്ദേഹവും ഈ പെണ്ണ് പ്രശ്നത്തിൽ പെട്ടു.
അപ്പോഴാണ് ആ ശ്രീമതി പറഞ്ഞത് അതത്ര തീവ്രത കൂടിയതല്ല എന്ന്. അപ്പൊ തീവ്രത എന്നാൽ എന്ത്? ഈ സെക്സിന്റെ കാര്യത്തിൽ ഇന്റർകോഴ്സ് നടത്തലാണോ തീവ്രത? ഇനി അതല്ല, എന്താണ് തീവ്രതയുടെ മാനദണ്ഡം എന്ന് ഇവർ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെയൊരു ടേം അല്ലെങ്കിൽ ടെർമിനോളജി ആദ്യമായിട്ട് പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ ഉപയോഗിച്ചത് ശ്രീമതിയാണ്.